space education. അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് 3 മാർക്ക് ക്വസ്റ്റ്യൻസ് അല്ലേ ഇതുവരെ ചോദിച്ചിട്ടുള്ള ബയോളജിയിലെ എല്ലാ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഇതിനു മുൻപുള്ള വർഷങ്ങളിൽ എല്ലാം ഉള്ള ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബയോളജിയിലെ മുഴുവൻ ഇവിടെ റെഡിയാണ്. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ബോട്ടണി ഇത് കഴിഞ്ഞാൽ സുവോളജി ഉണ്ടാവും. അതുകൊണ്ട് ഒരു വീഡിയോ നിങ്ങൾ ത്രൂ ഔട്ട് കാണുക. അത് എങ്ങനെയാണ് ആൻസർ എഴുതേണ്ട കാര്യങ്ങൾ ഫുള്ള് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യൂല, എങ്ങനെ എഴുതണം എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഓക്കെ, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. Given below are the features of flowers pollinated by wind, water and insect. Arrange them in corresponding columns. ഇവിടെ നിങ്ങൾക്ക് കോളം ഓൾറെഡി തന്നിട്ടുണ്ട്, വിൻഡ്, വാട്ടർ, ഇൻസെക്ട്. അപ്പൊ അതിലേക്ക് നോക്കി എടുത്ത് എഴുതിയാൽ മതി. എന്തൊരു സിമ്പിൾ അല്ലേ, അവിടെ സാധനം തന്നിട്ടുണ്ട്, നമ്മൾ ഒന്നും ചെയ്യേണ്ട, കറക്റ്റ് ആയിട്ടുള്ള കോളത്തിൽ എഴുതുക എന്നുള്ളത് മാത്രമേ നമുക്ക് അവിടെ ചെയ്യാനായിട്ടുള്ളൂ അല്ലെ. ആദ്യം പോളിനേറ്റ്സ് ആർ ലൈറ്റ് വെയിറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി എന്ന് പറഞ്ഞേക്കാണ്. അത് നമ്മുടെ വിൻഡ് പോളിനേഷൻ ആണ് അല്ലെ. നമ്മുടെ നോൺ സ്റ്റിക്കി ഒരിടത്തും പിടിച്ചിരിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ദെൻ ലൈറ്റ് ആണെങ്കിലല്ലേ പറന്നുള്ളൂ അല്ലെ. ദെൻ പോളിനേറ്റ്സ് ആർ സ്റ്റിക്കി എന്ന് പറയുമ്പോഴത്തേക്കും ഇൻസെക്ട്സിലാണ് ഒട്ടിപ്പിടിച്ചിരിക്കണം എന്നുള്ള കാര്യം നമുക്ക് അറിയാം. അടുത്തത് പോളിനേറ്റ്സ് ആർ ലാർജ് റിബൺ ലൈക്ക് ഷേപ്ഡ്. റിബൺ ഷേപ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വാട്ടർ പോളിനേഷനിൽ വരുന്ന കാര്യമാണ്. ദെൻ അടുത്തത് പോളിനേറ്റ്സ് ഹാവ് മ്യൂസിലേജിനസ് കവറിംഗ് എന്ന് പറഞ്ഞാൽ അതും വാട്ടർ ആണ്, അതായത് വെറ്റിംഗ് അവോയ്ഡ് ചെയ്യാനായിട്ടുള്ളത്. ദെൻ ഫ്ലവേഴ്സ് ആർ ലാർജ് കളർഫുൾ ആൻഡ് ഫ്രാഗ്രന്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇൻസെക്ട് പോളിനേഷൻ ആണ്. ദെൻ അടുത്തത് സിംഗിൾ ഓവ്യൂൾ മാത്രം ഉണ്ടെങ്കിൽ അത് വിൻഡ് പോളിനേഷന്റെ അഡാപ്റ്റേഷൻ എന്നുള്ള കാര്യം എന്ത് ചെയ്തോളുക, ഓർത്തോളുക. അപ്പൊ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഇതേടെ കുറെ പ്രാവശ്യം ഇങ്ങനെ വരാറുണ്ട്. അതിനൊരു മോഡലാണ് അടുത്തൊരു ചോദ്യം. അതായത് ചിലപ്പോൾ ഇങ്ങനെ ചോദിക്കാം, ഇല്ലെങ്കിൽ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം. റൈറ്റ് 3 adaptations of insect pollinated flowers. ഇത് 4 ആയിട്ടും ചോദിച്ചിട്ടുണ്ട്. ഇൻസെക്ട് ചോദിക്കാം, വാട്ടർ ചോദിക്കാം, വിൻഡ് ചോദിക്കാം. അപ്പൊ സെപ്പറേറ്റ് ആയിട്ട് 2 മാർക്സിന് ഇങ്ങനെ ചോദിക്കും. അഡാപ്റ്റേഷൻ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്തോളുക, ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അടുത്തത് Microsporangium is surrounded by 4 wall layers. Name the 4 wall layers. Write the function of these layers. ഓക്കെ, അപ്പൊ ഈ 4 വാൾ ലെയറിനെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ 3 ഔട്ടർ വാൾ ലെയേഴ്സ് ആണുള്ളത് നമുക്കറിയാം. എപ്പിഡെർമിസ്, എൻഡോത്തീഷ്യം, മിഡിൽ ലെയേഴ്സ്. ഇവർ 3 പേര് ഔട്ടർ വാൾ ലെയേഴ്സ് ആണ്. ഇവർ 3 പേര് ഒറ്റ കാര്യമാണ് ചെയ്തത്, പ്രൊട്ടക്ഷൻ ആൻഡ് ഡെഗിസൻസ്. ഇവരെ എന്തെങ്കിലും ആക്രമണങ്ങളിൽ നിന്നൊക്കെ അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. ഡെഗിസൻസ്, അതായത് ആന്തറിന്റെ ഡെഗിസൻസ്, അത് ബ്രേക്ക് ചെയ്ത് വെളിയിലേക്ക് വരുന്ന പ്രോസസ് ഇല്ല, അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഹെൽപ്പ് ചെയ്യാറുണ്ട്. അപ്പൊ ഇവർ 3 പേര് ചെയ്യുന്നത് സെയിം ആണ്. ഇനി ഇന്നർ മോസ്റ്റ് വാൾ ലെയർ എന്ന് പറയുന്നത് നമ്മുടെ ടപ്പീറ്റോ ആണ്. ടപ്പീറ്റോ ചെയ്യുന്നത് നറിഷ്മെന്റ് ടു ദ ഡെവലപ്പിംഗ് പോളൻഗ്രെയിൻ ആണെന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യമാണ്. നറിഷ്മെന്റ് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോളുക. ഓക്കെ, അപ്പൊ രണ്ടിനും നമ്മൾ ആൻസർ എന്ത് ചെയ്തു, ഒറ്റയടിക്ക് നമ്മൾ എഴുതി വെച്ച് കഴിഞ്ഞു. അപ്പൊ ആ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ആ ഓർഡറിൽ തന്നെ പഠിക്കണം എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, Observe the figure given below. Label A, B, C and D. What is the function of filiform apparatus? അപ്പൊ ജസ്റ്റ് നിങ്ങൾ ഇമേജ് ഒന്ന് കണ്ടോ, ഞാൻ മാറി നിൽക്കാം. ഇതാണ് നമ്മുടെ ഇമേജ്. അപ്പൊ ഇതിൽ സലാസൽ എൻഡിലാണ് നമുക്ക് എന്ത് വരാം, നമ്മുടെ ആന്റിപോഡൽസ് വരുന്നത്. ആന്റിപോഡൽ സെൽസ് വരുന്നുണ്ട്. അവരെല്ലാരും പ്ലോയിഡിയൊക്കെ എന്നാന്നുള്ള കാര്യമൊക്കെ അറിയാലോ അല്ലെ. ദെൻ സെന്ററിൽ നമുക്ക് പോളാർ ന്യൂക്ലിയൈ കാണാനായിട്ട് പറ്റും, പോളാർ ന്യൂക്ലിയൈ. ദെൻ അതിന്റെ താഴെയായിട്ട് ഡി കൊടുത്തേക്കുന്നത് എഗ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. ദെൻ താഴെ സിനോർജിസ് കൊടുത്തിട്ടുണ്ട് അല്ലെ. ദെൻ ആ സിനോർജിസിലാണ് ഒരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷനിൽ നമുക്ക് ഒരു ഫുഡിന്റെ ഷേപ്പിൽ കാണാൻ പറ്റുന്നതാണ് ഫിലിഫോം അപ്പാരറ്റസ്. അവരാണ് ഇറ്റ്സ് ഗൈഡിങ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്. ആ പോളൻ ട്യൂബിനെ കറക്റ്റ് ആയിട്ട് ഉള്ളിലേക്ക് നയിച്ചുകൊണ്ട് വരുന്നത് ശരിക്കും പറഞ്ഞാൽ ആരാണ്, ഈ ഫിലിഫോം അപ്പാരറ്റസ് ആണെന്നുള്ള കാര്യം എന്ത് ചെയ്തോളുക, മനസ്സിലോർത്തോളുക. മനസ്സിലോർത്തിട്ട് കാര്യമില്ല, എഴുതി വെച്ചോളുക. ഓക്കെ, അടുത്തത് outbreeding device in plants to prevent self pollination അല്ലേ. അപ്പൊ ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ വരുമ്പോൾ അല്ലെ, അതിനെ ഒഴിവാക്കാനായിട്ട് നമ്മൾ ഔട്ട്ബ്രീഡിംഗ് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതേതാണുള്ള കാര്യം, ഒന്ന് യൂണിസെക്സ്വൽ ഫ്ലവേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക, പിന്നെ സിൻക്രോണൈസേഷൻ, അതായത് നമ്മുടെ സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി അല്ലെ, ജനറ്റിക്കൽ മെക്കാനിസം ടു സെയിം പോളനെ അവോയ്ഡ് ചെയ്യാനുള്ള ജനറ്റിക്കലായിട്ട് ഒരു മെക്കാനിസം ഉണ്ട്, സെൽഫ് ഇൻകോമ്പാറ്റിബിലിറ്റി. പിന്നെ ആ ഒരു സ്റ്റിഗ്മ ഫോർമേഷനും ആൻഡ് ആന്തറിന്റെ ഡെവലപ്മെന്റ്, സോറി ആന്തറല്ല മാറിപ്പോയി, സ്റ്റിഗ്മ ഫോർമേഷനും ആൻഡ് അത് തന്നെ ആന്തറിന്റെ റിലീസും പോളഗ്രൈൻ്റെ റിലീസ് ഇതില്ല, സിൻക്രണൈസ് ചെയ്യില്ല എന്നുള്ള കാര്യം എന്ത് ചെയ്തോളുക, കുറച്ച് രണ്ട് ടൈമിലായിരിക്കും ഫോം ചെയ്യുക. അപ്പോൾ ഒരു കാരണവശാലും എന്ത് നടക്കില്ല, അത് സക്സസ് ആവാൻ പോകുന്നില്ല. പിന്നെ ഉള്ളത് ഡിഫറെന്റ് പൊസിഷൻ, ഇവരെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ഥലം മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഏകദേശം ഈ പറയുന്ന സെൽഫ് പോളിനേഷൻ നടക്കാതിരിക്കും എന്നുള്ള കാര്യം എന്ത് ചെയ്തോളുക, അറിയുക. ഡിഫറെന്റ് പൊസിഷൻ. ഓക്കെ, ഇത് ഞങ്ങൾ ചുമ്മാ ഇവിടെ വേഗം ഇങ്ങനെ ആ പോയിന്റുകൾ എഴുതി വെച്ചതുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്തോളുക, അതിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്ത് ചെയ്തോളുക, Observe the figure given below. Identify cells A and B എന്ന് പറയുന്ന മുകളിലത്തെ, B എന്ന് പറയുന്ന താഴത്തെ. ഓക്കെ, അപ്പൊ ഇതില് ശരിക്കും പറഞ്ഞാൽ 1 മാർക്കിലും 2 മാർക്കിലും ഒക്കെ 3 മാർക്കിലും ഒക്കെ ചോദിച്ചു കാണുന്ന ഒരു ചോദ്യമാണിത്. ഈ ഒരു ചിത്രം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഓർത്തോളൂ കേട്ടോ. അപ്പൊ രണ്ടിന്റെ പേരറിയാം, വെജിറ്റേറ്റീവ് സെൽ ആൻഡ് generative cell. Okay, ഇനി write any two peculiarities of A. രണ്ടുപേരുടെയും പെക്യുലാരിറ്റീസ് അറിഞ്ഞിരിക്കണം ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ എയുടെ കാര്യമാണ് ചോദിച്ചത്. ആ വെജിറ്റേറ്റീവ് സെൽ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാർജ് സെല്ല് അവരാണ്. പിന്നെ ഇറഗുലർ ഷേപ്ഡ് ന്യൂക്ലിയസ് ആണ് അവരിൽ കാണാൻ പറ്റുന്നത്. അത് ജനറേറ്റീവ് സെല്ലാണെന്നുണ്ടെങ്കിൽ സ്പിൻഡിൽ ഷേപ്ഡ് ആയിരിക്കും, സ്മോൾ സെൽസ് ആയിരിക്കും എന്നുള്ള കാര്യങ്ങളോട് എന്ത് ചെയ്താൽ മതി, അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് ഇവിടെ ചോദിച്ചിരുന്ന കാര്യം മാത്രം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. അതിനടുത്തത് observe the figure given below. Explain the process that lead to the formation of A and B in the figure. Label part C. അപ്പോ A എന്ന് പറയുന്ന സൈഗോട്ട്, B
എന്ന് പറയുന്ന പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്. ഇത് രണ്ടും ഉണ്ടാവണമെങ്കിൽ എല്ലാവർക്കും അതിനു മുമ്പ് ആ പ്രോസസ് അല്ലെ മനസ്സിലായി, ആ പ്രോസസ് എന്താണ്? ഫോർമേഷൻ ഓഫ് എ ആൻഡ് ബി. അപ്പൊ സൈഗോട്ട് നമുക്കറിയാം, സൈഗോട്ട് ഉണ്ടാവുന്ന നമുക്കറിയാം അത് സിംഗമി ആണ് അവിടെ നടക്കുന്നത്. സിംഗമി മീൻസ് വൺ മെയിൽ ഗമീറ്റ് പ്ലസ് ആൻഡ് ഒരു ഫീമെയിൽ ഗമീറ്റ്, ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്താണ് നമ്മൾ സിംഗമി എന്ന് പറയുക. ഇനി അടുത്തതാണ് നമ്മുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് പറയുക. അത് ട്രിപ്പിൾ ഫ്യൂഷനിലാണ് അത് വരുന്നത്. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുമ്പോഴത്തേക്കും വൺ മെയിൽ ഗമീറ്റ് പ്ലസ് 2 പോളാർ ന്യൂക്ലിയ, ഇത് രണ്ടും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും ട്രിപ്പിൾ ഫ്യൂഷൻ നടക്കുന്ന കാര്യം നമുക്കറിയാം. അതാണ് പിന്നെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആയിട്ട് മാറാൻ. ഏറ്റവും കൺഫ്യൂഷൻ വരാൻ പോകുന്നത് ഇതാണ്, എന്താണ് സി എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടാവില്ല. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇമേജ്. ഇവിടെ ഈ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ആണ് സെൻട്രൽ കാണുന്നെങ്കിൽ അത് കിടക്കുന്ന ആ ഒരു സെല്ലിലെ അതാണ് പ്രൈമറി എൻഡോസ്പേം സെൽ എന്നാണ് നമ്മൾ പറയപ്പെടുക. ചിലരൊക്കെ നേരെ തിരിച്ച് സൈഗോട്ടെന്നോ എൻഡോസ്പേം എന്നൊക്കെ മാറ്റി മാറ്റി എഴുതി വെക്കുക, അങ്ങനെ എഴുതി വെക്കല്ല. അത് പ്രൈമറി എൻഡോസ്പേം സെല്ലാണ് അവിടെ ചോദിച്ചിട്ടുള്ള കാര്യം ഓർത്തോളുക. ഓക്കെ, അടുത്തത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഗിവൻ ബിലോ ഇസ് ദ പാലൻഡ്രോമിക് സീക്വൻസ്. നമ്മൾ ഓൾറെഡി ഇവിടെ ആൻസർ നിങ്ങൾക്ക് മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പാലൻഡ്രോമിക് ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ഇൻ DNA where EcoR1 enzyme cuts the DNA. Define palindromic sequence in DNA. എടാ എന്താണ് വെക്ടർ DNA ആണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ ഫോറിൻ DNA ആണെന്നുണ്ടെങ്കിൽ എവിടെയാണ് കട്ട് ചെയ്യാന്നുള്ള കാര്യമാണ് കാണിച്ചിരിക്കുന്നത്. ഇത് രണ്ടിന്റെ എൻഡ് ഇവിടെ വന്ന് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഇതുണ്ടോ, ഈ ഒരു ഇതല്ലേ മിസ്സേ, നേരെ ഇത് ഇവിടെ ആയിട്ട് ഈ ഭാഗത്തും ഇവിടെ ആയിട്ട് ഈക്വലി ഒരേപോലെ തന്നെ എന്ത് ചെയ്യും, കട്ട് ചെയ്ത് കളയാം. ഇപ്പൊ ഈ ബാലൻസ് വരുന്നത് നമുക്കറിയാം. ഇവിടെ ഉള്ളത് ഇതാണ് ഇങ്ങനെ ബാലൻസ് വരിക. അത് ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ബാലൻസ് വരുന്നുണ്ട് അല്ലെ. ഇത് രണ്ടും സ്റ്റിക്കി എൻഡുകൾ എന്നാണ് നമ്മൾ അറിയപ്പെടുന്നത്. സ്റ്റിക്കി എൻഡ് ഇവിടെ ചോദിച്ചിട്ടുണ്ടല്ലോ. അത് സിഗ്നിഫിക്കൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് കൗണ്ടർ പാർട്സുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഇവിടെ ഒരു ചോദ്യമുണ്ട്, പാലിൻഡ്രോം എന്താണ് പാലിൻഡ്രോമിക് സീക്വൻസ്? നിങ്ങളുടെ ഓറിയന്റേഷൻ ഓഫ് റീഡിംഗ് സെയിം ആയിട്ട് കീപ്പ് ചെയ്യുമ്പോൾ ഒരേപോലെ റീഡ് ചെയ്യുന്ന, അതായത് 5' to 3' ആണ് നിങ്ങൾ റീഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സെയിം ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന സീക്വൻസുകളാണ് പാലിൻഡ്രോമിക് സീക്വൻസ്. അതിനുള്ള എക്സാമ്പിൾ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് അല്ലാത്ത എക്സാമ്പിൾ അറിയാം. മലയാളം അങ്ങോട്ട് എഴുതിയാലും മലയാളമാണ്, ഇങ്ങോട്ട് എഴുതിയാലും മലയാളം. മോം ഡാഡ് അതൊക്കെ. Then EcoR1 is saturated from Escherichia coli RY13. Explain the naming procedure of EcoR1. ഇത് 1 മാർക്കിലും 2 മാർക്കിലും 3 മാർക്കിലും എല്ലാം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം അല്ലേ Escherichia coli നമുക്ക് വരുന്നത്. ആദ്യം ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കുക, അതാണ് നമ്മുടെ ഇ എന്ന് പറയുന്നത്. ജീനസ് നെയിമിന്റെ ഫസ്റ്റ് ലെറ്റർ. ദെൻ സ്പീഷ്യസ് നെയിമിന്റെ 2 ലെറ്റർ എടുക്കുക, അതാണ് CO അല്ലെ. CO എന്നുള്ള കാര്യം ജീനസ് നെയിം സ്പീഷ്യസ് നെയിമിന്റെ 2 ലെറ്റേഴ്സ് ആണ്. ആൻഡ് ഏത് സ്ട്രെയിൻ ആണെന്നുള്ളതിന്റെ ആദ്യത്തെ ലെറ്റർ നമ്മൾ എടുക്കാനായിട്ട് പോവാണ്, അതാണ് R എന്നുള്ള എടുത്തത്. പിന്നെ എത്രാമത്തെ എൻസൈം ആണ് നമ്മൾ അവിടെ എടുത്തെന്നുള്ളത് അറിയിക്കാനായിട്ട് 1 എന്നുള്ളത് കാണിക്കുന്നത്. എത്രാമത്തെ എൻസൈം ആണെന്നുള്ള കാര്യം അറിയിക്കാനായിട്ട് 1 എന്ന് കാണിക്കുന്നു. അതാണ് EcoR1 എന്നുള്ളൊരു പേര് വന്നത്. അപ്പൊ അത് എപ്പോഴും ചോദിക്കാനുള്ള ചോദ്യമാണ്. അത് സ്കിപ്പ് ചെയ്തിട്ട് ഒരു കാരണം വെച്ചാൽ എക്സാമിന് പോകാൻ പാടില്ല കേട്ടോ. Then given diagram shows a technique used in our DNA technology. ഏതാണെന്നുള്ള കാര്യം ഏതാണ് പ്രോസസ്? ഇവിടെ നമ്മൾ DNA ഒക്കെ ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജും അവിടെ നെഗറ്റീവ് ചാർജും കൊടുത്തു കഴിയുമ്പോഴത്തേക്കും നമുക്കറിയാം DNA ഓൾറെഡി നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾ ആണ്. അപ്പൊ ഇങ്ങനെ ഒരു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും സംഭവിക്കുന്നത് അവിടെ ഇങ്ങനെ മൂവ് ചെയ്ത് വരുന്നത് ഇതൊക്കെ അറിയാലേ. ഈ പ്രോസസ് ഏതാണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഇതാണ് അഗാറോസ് ജെൽ ഇലക്ട്രോഫോർസ് എന്ന് പറയുന്നത്. ഇത് ടു സെപ്പറേറ്റ് DNA ഫ്രാഗ്മെന്റ്സ്. DNA ഫ്രാഗ്മെന്റ്സിന് അതിന്റെ സൈസുകൾ അനുസരിച്ച് അവ സെപ്പറേറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം അല്ലെ. അതിങ്ങനെ വരുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ദെൻ ഇതിനെ കാണാൻ ചുമ്മാ കണ്ണുകൊണ്ട് പറ്റുമോ മിസ്സേ? എത്തീഡിയം ബ്രൊമൈഡില് ആൻഡ് UV ലൈറ്റിന്റെ പ്രസൻസിൽ മാത്രമേ നമുക്ക് ഇതിന് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, കാണാനായിട്ട് പറ്റുള്ളൂ. അതും കാണുന്നത് ബ്രൈറ്റ് ഓറഞ്ച് കളറിലായിരിക്കും കാണാനായിട്ട് പറ്റും. ഓക്കെ, അടുത്തത് ഇത്രേ ഉള്ളൂ. കുറെ വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് ഏകദേശം വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിന് ഈ ഒരു പാറ്റേണിലായിരിക്കും വരിക എന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. മാക്സിമം ഇത്രയും കുറവേ ഉള്ളൂ. സെക്ഷൽ ഡിപ്രഷൻ ആണ് കൂടുതലുള്ളത്, കുറവാണ്. അപ്പൊ നന്നായിട്ട് പഠിച്ചിട്ട് വരിക അല്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇനി സുവോളജിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. സോ നമുക്കിനി സുവോളജിയിലെ 3 മാർക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. റീപ്രൊഡക്റ്റീവ് ഹെൽത്തിലെയാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. വാട്ട് ഈസ് STIs? Cite any 2 examples for STIs and suggest any 2 preventive measures for STI. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള വാട്ട് ഈസ് STI എന്താടാ? നമുക്ക് സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെയാണ് നമ്മൾ STI അല്ലെങ്കിൽ STD എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സൈറ്റ് any 2 examples for STI. നമുക്കറിയാം സെക്ഷുവലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് ആണ്. അതിൻ്റെ എക്സാമ്പിൾ ഏതൊക്കെയാടാ? എയ്ഡ്സ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ്. ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് ബി
അതിന്റെ നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് ഗൊണേറിയ, സിഫിലിസ്. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. സോ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, സജസ്റ്റ് എനി 2 പ്രിവെന്റീവ് മെഷേഴ്സ് ഫോർ STI. സോ STIക്ക് ഒരു പ്രിവെന്റീവ് മെഷറേ ഉള്ളൂ. നമ്മൾ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സിന്റെ കൂടെ സെക്ഷുവൽ കോണ്ടാക്ട് നടത്തുമ്പോഴാണ് നമുക്ക് നോർമലി STD പോലെയുള്ള അസുഖങ്ങൾ വരുന്നത്. ആൻഡ് അതുപോലെ തന്നെ അൺപ്രൊട്ടക്റ്റഡ് സെക്സ്, ദാറ്റ് ഈസ് ബാരിയേഴ്സ് പോലെയുള്ള കോണ്ടംസ് ഒന്നും യൂസ് ചെയ്യാതെ അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഇൻവോൾവ് ചെയ്യുമ്പോഴാണ് STDs ഉണ്ടാകുന്നത്. സോ ഇത് രണ്ടും ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഡയഗ്രമാറ്റിക് വ്യൂ ഓഫ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ABCD കൊടുത്തിട്ടുണ്ട്. അത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ലേബൽ ചെയ്യണം. സോ ഈ കൊടുത്തിരിക്കുന്നതിൽ നമുക്ക് A എന്താണ്, B എന്താണ്, C എന്താണ്, D എന്താണെന്ന് നോക്കാം. സോ ഫസ്റ്റ് A, നിങ്ങൾക്ക് അറിയാം ഇത് ആക്ച്വലി ഒരു ഗ്ലാൻഡ് ആണ്. ഏത് ഗ്ലാൻഡ് ആണ്? ഫസ്റ്റ് ഗ്ലാൻഡ് എന്ന് പറയുന്നത് സെമിനൽ വെസിക്കിൾ ആണ്, ആദ്യത്തെ A എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് B എന്താണെടാ? നമുക്കറിയാം ഇത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ്. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ്, മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലുള്ള പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡ് ആണ് B എന്ന് പറയുന്നത്. ആൻഡ് താഴെ നമുക്ക് എന്ത് കാണാൻ പറ്റും? ബൾബോ യൂറീത്രൽ ഗ്ലാൻഡ് കാണാൻ പറ്റും. ആൻഡ് വാട്ട് ഈസ് C? നമ്മുടെ മെയിലിൻ്റെ സെക്സ് ഓർഗൻ ആയിട്ടുള്ള ടെസ്റ്റിസ് ആണ് അടുത്ത നമുക്ക് ലേബൽ ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ D എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. D എന്താടാ? നമുക്കറിയാം എപ്പിഡൈഡിമിസ് ആണ്. സോറി, സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എപ്പിഡൈഡിമിസ്. ഓക്കെ, സോ ABCD. അപ്പം നമ്മൾ എന്താണ്, നമ്മുടെ ഹ്യൂമൻ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിലെ എല്ലാ ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഫിഗർ വെച്ചിട്ട് ലേബൽ ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. ഇനി അടുത്തത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ കണ്ടിന്യൂഷൻ നോക്കിക്കേ. നെയിം ദ പാർട്ട് വിച്ച് ഈസ് കട്ട് ഓർ ടൈഡ് ഡ്യൂറിങ് മെയിൽ സ്റ്റെറിലൈസേഷൻ. സോ മെയിൽ സ്റ്റെറിലൈസേഷൻ ടെക്നിക്ക് ഏതാണെടാ? നമ്മുടെ വാസെക്ടമി. വാസെക്ടമി ഈസ് ദ മെയിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്. നമുക്കറിയാലോ. സോ വാസെക്ടമിയിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് അവിടെ ടൈ ചെയ്യുന്ന പ്രോസസ്സാണ് വാസെക്ടമി. സോ ഏത് പാർട്ടായിരിക്കും നമ്മൾ കട്ട് ചെയ്യുന്നത്? ദാറ്റ് ഈസ് വാസ് ഡിഫറൻസ്. സോ കളർ മാറ്റിയേക്കാം. വാസ് ഡിഫറൻസ് എന്ന് പറയുന്ന ട്യൂബാണ് മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ സ്റ്റെറിലൈസേഷന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്ത് ടൈ ചെയ്യുന്നത്. ഇനി അടുത്തത് മെൻഷൻ ദ സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് ഇൻ മെയിൽ ആൻഡ് ഫീമെയിൽ. സോ മെയിലിൻ്റെ സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് വാസെക്ടമി ആൻഡ് ഫീമെയിലിൻ്റെ സർജിക്കൽ കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് ട്യൂബെക്ടമി. സോ ട്യൂബെക്ടമിയിൽ നമ്മൾ എവിടെയാണ് കട്ട് ചെയ്യുന്നത്? ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്യുന്ന പ്രോസസ്സാണ് ട്യൂബെക്ടമി. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Sex of a child is determined by father. Substantiate the statement. Okay, എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് ജനറ്റിക്സിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സെക്സ് ഓഫ് എ ചൈൽഡ് ഈസ് ഡിറ്റർമൈൻഡ് ബൈ ഫാദർ. ഓക്കെ, നമുക്കറിയാം മെയിൽസിന്റെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് XY-യും ഫീമെയിൽസിന്റെ സെക്സ് ക്രോമസോം എന്ന് പറയുന്നത് XX-ഉം ആണ്. നമുക്കറിയാലോ. ഓക്കെ, സോ ഇതിൽ മെയിൽസ് ഫോം ചെയ്യുന്ന ഗാമേറ്റ്സിൽ, ദാറ്റ് ഈസ് സ്പേംസിൽ, ഒരു X ക്രോമസോം ഉള്ള ഗാമേറ്റും ഉണ്ടാകും ആൻഡ് അതുപോലെ തന്നെ Y ക്രോമസോംസ് ഉള്ള ഗാമേറ്റ്സും ഉണ്ടാകും. രണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോമസോം ഉള്ള ഗാമേറ്റ്സ് ആണ് മെയിൽസ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഫീമെയിൽസിൻ്റെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫീമെയിൽസ് ഫോം ചെയ്യുന്ന ഗാമേറ്റ്സിലെല്ലാം X ക്രോമസോം ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, സോ ഫ്യൂഷൻ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന സമയത്ത് ഏത് മെയിൽ ഗാമേറ്റ് ആണോ അല്ലെങ്കിൽ ഏത് സെക്സ് ക്രോമസോം ഉള്ള മെയിൽ ഗാമേറ്റ് ആണോ ഫീമെയിൽ ഗാമേറ്റിൻ്റെ കൂടെ ഫ്യൂസ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും ചൈൽഡിൻ്റെ സെക്സ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. സോ ഇവിടെ XX, XY. സോ ഇവിടെ ഫോം ചെയ്തിരിക്കുന്ന രണ്ട് ഓഫ് സ്പ്രിങ്സിൽ ഒന്ന് ഫീമെയിലും ആൻഡ് ഒന്ന് മെയിലുമാണ്. ഓക്കെ, ആൻഡ് ഫീമെയിൽ ഫോം ചെയ്യാൻ കാരണം എന്താണ്? ഫീമെയിൽ പാരന്റിൽ നിന്ന് എപ്പോഴും വരിക X ക്രോമസോം ഉള്ള ഒരു ഗാമേറ്റ് ആയിരിക്കും വരിക. ആൻഡ് ഇവിടെ ഫീമെയിൽ ഫോം ചെയ്യാൻ വേണ്ടി ഫാദറിൽ നിന്ന് വന്നിരിക്കുന്നത് X ക്രോമസോം ഉള്ള സ്പേം ആണ്. ഓക്കെ, ആൻഡ് മെയിൽ ചൈൽഡ് ഫോം ചെയ്യാൻ വേണ്ടി ഇവിടെ ഫാദറിൽ നിന്ന് വന്നിരിക്കുന്നത് ഏത് ഗാമേറ്റ് ആണ്? Y ക്രോമസോം ഉള്ള ഗാമേറ്റ് ആണ്. സോ ഫാദേഴ്സ് ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് എ ചൈൽഡ്. ഓക്കെ, സോ ഫാദേഴ്സ് ഡിറ്റർമൈൻ ദ സെക്സ് ഓഫ് എ ചൈൽഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഐഡന്റിഫൈ ദ പാർട്സ് ഓഫ് ഓവിഡക്റ്റ്. ഓവിഡക്റ്റിന്റെ പല പാർട്സ് ഐഡന്റിഫൈ ചെയ്യുക. ഫ്രം ദ ബിലോ ഡിസ്ക്രിപ്ഷൻ.
സോ 3 ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ഡിസ്ക്രിപ്ഷനിലേക്ക് പോകാം. എ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻസ് ഓഫ് ഓവിഡക്ട് ദാറ്റ് ഹെൽപ്സ് ഇൻ കളക്ഷൻ ഓഫ് ഓവം ആഫ്റ്റർ ഓവുലേഷൻ. സോ ഓവറിയിൽ നിന്ന് ഓവുലേഷൻ നടക്കുന്ന ടൈമിൽ ഒരു പാർട്ട് ഓവത്തിനെ കളക്ട് ചെയ്യുന്നുണ്ട്. ആ ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉള്ള പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതായിരിക്കും കൂടാ? നമുക്കറിയാം, ഇറ്റ് ഈസ് ഫിംബ്രിയെ. Fimbriae, okay. And next, the part of oviduct with narrow lumen that joins with the uterus. So നമ്മുടെ fallopian tube ന്റെ ഒരു narrow portion, അത് നമ്മുടെ യൂട്രസിന്റെ കൂടെ ജോയിൻ ചെയ്യുന്ന പോർഷൻ ആണ്. And that region is known as, നമുക്കറിയാം, it is isthmus. Okay, and the funnel shaped part of oviduct that is closer to the ovary. So ഫിംബ്രിയയോട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ഫണൽ ഷേപ്ഡ് പാർട്ട് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ നമുക്കറിയാം അത് ഏത് പാർട്ടാണ്? ഇറ്റ് ഈസ് ഇൻഫണ്ടിബുലം. ഓക്കെ അല്ലേ? നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Explain different types of intrauterine devices with their example. So intrauterine devices എന്താണ്? നമ്മുടെ IUDs. IUDs എന്താണെന്ന് അറിയാലോ. സോ കോൺട്രാസെപ്ഷന് വേണ്ടിയിട്ട് യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ഡിവൈസസ് ആണ്, ഫീമെയിൽസിന്റെ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്ന ഡിവൈസസ് ആണ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ്. ഓക്കെ, ആൻഡ് ഇൻട്രായൂട്രൈൻ ഡിവൈസസ് നമുക്കറിയാം 3 കാറ്റഗറിയിലുള്ള ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഉണ്ട്. ദാറ്റ് ഈസ് കോപ്പർ റിലീസിങ് IUDs. ഓക്കെ, അതുപോലെ തന്നെ ഹോർമോണൽ IUDs and non-hormonal IUDs. ഓക്കെ, ആൻഡ് ഈ IUDs എന്തിനു വേണ്ടിയിട്ടാണ് ഈ യൂട്രസിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് സ്പേംസിൻ്റെ ഫാഗോസൈറ്റോസിസിനെ ഇനീഷ്യേറ്റ് ചെയ്യും. അതുപോലെ തന്നെ സ്പേം മോട്ടിലിറ്റിനെയും സ്പേം ഫെർട്ടിലിറ്റിനെയും എല്ലാം അഫക്റ്റ് ചെയ്യുന്ന ഒരു ബെസ്റ്റ് കോൺട്രാസെപ്റ്റീവ് മെത്തേഡാണ് IUDs എന്ന് പറയുന്നത്. ആൻഡ് ഈ IUDs 3 ഡിഫറെൻറ്റ് കാറ്റഗറീസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കോപ്പർ റിലീസിങ് IUDs. സോ ഈ കോപ്പർ റിലീസിങ് IUDസിൻ്റെ എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എക്സാമ്പിൾ എന്ന് പറയുന്നത് CUT. Okay. CUT, CU7, മൾട്ടിലോട്ട് 375 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എക്സാമ്പിൾ ആയിട്ട് എഴുതാം. സോ ഈ IUDസിൻ്റെ പ്രത്യേകത, ഇവർ കോപ്പർ അയോൺസ് റിലീസ് ചെയ്യും. അങ്ങനെ സ്പേം സെൽസിൻ്റെ ഫാഗോസൈറ്റോസിസിനെല്ലാം ഇവർ ഇനീഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. ഹോർമോണൽ IUDസിൻ്റെ പ്രത്യേകത, അവർ ഹോർമോൺസ് ആയിരിക്കും റിലീസ് ചെയ്യുന്നത്. അതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രൊജസ്റ്റാസേർട്ട്, LNG-20, പ്രൊജസ്റ്റാസേർട്ട്. ഓക്കെ, അതുപോലെ തന്നെ LNG-20 ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം. ആൻഡ് നോൺ ഹോർമോണൽ IUDസിൻ്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ലിപ്പസ് ലൂപ്പ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ IUDസിൻ്റെ ക്വസ്റ്റ്യൻ. IUD ക്വസ്റ്റ്യൻ എപ്പോഴും റിപ്പീറ്റ് ചെയ്ത് നമുക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. LH and FSH പ്ലേ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ സ്പെർമാറ്റോജനസിസിൽ നമ്മുടെ ലൂട്ടനൈസിങ് ഹോർമോണും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിനും സിഗ്നിഫിക്കൻറ്റ് റോൾ ഉണ്ട്. റൈറ്റ് ദ ഫങ്ഷൻസ് ഓഫ് LH and FSH ഇൻ സ്പെർമാറ്റോജനസിസ്. ഓക്കെ, സോ സ്പെർമാറ്റോജനസിസിലുള്ള ലൂട്ടനൈസിങ് ഹോർമോണിൻ്റെയും ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിൻ്റെയും റോളാണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം പ്യൂബർട്ടി ടൈമിൽ മെയിൽസിൽ ഓക്കെ ഹൈപ്പോതലാമിക് ഹോർമോൺ ആയിട്ടുള്ള ഗോണാഡോട്രോഫിൻ റിലീസിങ് ഹോർമോൺ എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യും? പിറ്റ്യൂട്ടറി ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് LHഉം FSHഉം റിലീസ് ചെയ്യിക്കും. ഓക്കെ, ആൻഡ് ഈ LHഉം FSHഉം ഇനി ഈ മെയിൽസിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ലൂട്ടനൈസിങ് ഹോർമോൺ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവർ ലെയ്ഡിക് സെൽസിൽ പോയി ആക്ട് ചെയ്ത് ആൻഡ്രോജൻസിനെ സെക്രീറ്റ് ചെയ്യിക്കും. ഓക്കെ, സോ ആൻഡ്രോജൻസ് ആണല്ലോ നമ്മുടെ മെയിൽസിലെ ആൻഡ്രോജൻസ് ആണല്ലോ സ്പെർമാറ്റോജനസിസിനെ ഇനീഷ്യേറ്റ് ചെയ്യിക്കുന്നത്. സോ നമ്മുടെ ലൂട്ടനൈസിങ് ഹോർമോൺ, പിറ്റ്യൂട്ടറി ഹോർമോൺ ആയിട്ടുള്ള ലൂട്ടനൈസിങ് ഹോർമോൺ ലേഡിക് സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്ത് ആൻഡ്രോജൻസിനെ റിലീസ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, അടുത്ത പിറ്റ്യൂട്ടറി ഹോർമോൺ ആണ് FSH. ഇവർ സെർട്ടോളി സെൽസിൽ പോയി ആക്ട് ചെയ്ത് സ്പെർമാറ്റോജനസിസിന് ആവശ്യമായിട്ടുള്ള ഫാക്ടേഴ്സ് ഫോം ചെയ്യിക്കും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സെർട്ടോളി സെൽസ് ആണല്ലോ ഡെവലപ്പിംഗ് സ്പേംസിന് ന്യൂട്രീഷൻ കൊടുക്കുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെർട്ടോളി സെൽസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നവരാണ് നമ്മുടെ FSH. ഓക്കെ, റൈറ്റ് എ സിംഗിൾ ടേം യൂസ്ഡ് ഡിനോട്ട് LH ആൻഡ് FSH ടുഗെദർ.
നമുക്കറിയാം ലൂട്ടനൈസിങ് ഹോർമോണും FSH നമ്മുടെ ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും പിറ്റ്യൂട്ടറി ഹോർമോൺസ് ആണ്. ആൻഡ് ഇവരെ നമ്മൾ ഒരുമിച്ച് ചേർന്ന് വിളിക്കുന്ന ഒരു ടേം ഉണ്ട്, ഗൊണാഡോട്രോഫിൻസ്. ഗൊണാഡോട്രോഫിൻസ്. ഓക്കെ, ഇവരെ ഗൊണാഡോട്രോഫിൻസ് എന്നും പറയും. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്സർവ് ദ ഡയഗ്രാം A and B given below related to contraceptive methods. സോ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് വാസെക്ടമി അതുപോലെ തന്നെ ട്യൂബെക്ടമി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഐഡന്റിഫൈ A and B. ഓക്കെ, സോ മെയിൽസിൽ വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് നമുക്ക് കാണാം. സോ ദിസ് ഈസ് A ഈസ് വാസെക്ടമി ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻ അതിൽ യൂട്രസിൻ്റെ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്ത് നമുക്ക് കാണാം. ദാറ്റ് ഈസ് ട്യൂബെക്ടമി. ആൻഡ് എക്സ്പ്ലെയിൻ ദിസ് സർജിക്കൽ മെത്തഡ്. ഇതൊരു എന്താണ് സ്റ്റെറിലൈസേഷൻ, മെയിൽസിൻ്റെയും ഫീമെയിൽസിൻ്റെയും സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടുള്ള ഒരു സർജിക്കൽ മെത്തേഡാണ് നമ്മുടെ വാസെക്ടമി, ട്യൂബെക്ടമി എന്ന് പറയുന്നത്. വൈ ദിസ് മെത്തേഡ് ഈസ് ജനറലി അഡ്വൈസ്ഡ് ആസ് എ ടെർമിനൽ മെത്തേഡ് ഓഫ് കോൺട്രാസെപ്ഷൻ. ഇതൊരു ടെർമിനൽ മെത്തേഡാണ്. ഇത് ചെയ്ത ശേഷം ഇത് ചെയ്തിട്ടുള്ള മെയിൽസും ഫീമെയിൽസും ഇതിന് ശേഷം ഫെർട്ടൈൽ ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കില്ല. കാരണം എന്താണ്, നമ്മൾ വാസ് ഡിഫറൻസ് കട്ട് ചെയ്ത് ടൈ ചെയ്യാന്ന് പറഞ്ഞാൽ ദെൻ ടെസ്റ്റിസിൽ നിന്ന് സ്പേംസിനെ റിലീസ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്ത് ടൈ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനുശേഷം ഓവർ റിലീസ് ചെയ്യുന്ന ഓവം എങ്ങോട്ടേക്ക് എത്തുന്നില്ല, നമ്മുടെ ഫലോപ്പിയൻ ട്യൂബിൽ ഫെർട്ടിലൈസേഷന് വേണ്ടി എത്തുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ യൂട്രസിലേക്ക് ഈ ഓവത്തിന് പ്രവേശിക്കാൻ കഴിയില്ല. സോ ദിസ് ഈസ് ദ ടെർമിനൽ പ്രോസസ് ഓഫ് സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമുക്കിവിടെ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, മെൻസ്ട്രൽ സൈക്കിളിൻ്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് നെയിം A and B രണ്ട് ഹോർമോൺസിൻ്റെ ഗ്രാഫാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെയാണ് ഈ ഹോർമോൺസ് എന്നാണ് ചോദ്യം. ഓക്കെ, സോ നമുക്കറിയാം A എന്ന് പറയുന്നത് ദിസ് ഈസ് സ്റ്റേബിൾ, മെൻസ്ട്രേഷൻ ആൻഡ് ഫോളിക്കുലാർ ഫേസിൽ സ്റ്റേബിൾ ആയിട്ട് ഒരു ഡീവിയേഷനും ഇല്ലാതെ പോകുന്ന ഒരു ഗ്രാഫാണ് A ഹോർമോണിൻ്റെ ഗ്രാഫ്. സോ ദാറ്റ് വിൽ ബി നമ്മുടെ പ്രൊജസ്ട്രോൺ. സോ പ്രൊജസ്ട്രോൺ ഹോർമോൺ ആയിരിക്കും നമ്മുടെ മെൻസ്ട്രേഷൻ ഫേസിലും ഫോളിക്കുലാർ ഫേസിലും എല്ലാം സ്റ്റേബിൾ ആയിട്ട് ഒരു ഡീവിയേഷനും ഇല്ലാതെ പോകുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആയിരിക്കും. ഓക്കെ, ആൻഡ് B ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ലൂട്ടനൈസിങ് ഹോർമോൺ ആയിരുന്നെങ്കിലും FSH ആയിരുന്നെങ്കിലും അതൊരു ഭയങ്കര ഒരു സർജ് നമുക്ക് കാണാമായിരുന്നു. പക്ഷേ നമ്മുടെ ഫോളിക്കുലാർ ഫേസ്, ദാറ്റ് ഈസ് നമ്മുടെ ഓവുലേഷൻ നടക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ടാണ് ഇവിടെ സർജ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ആക്ച്വലി നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണിൻ്റെ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന ആ ഗ്രാഫിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് റീകൺസ്ട്രക്ട് ദ ഗ്രാഫ് ഷോയിങ് ദ ലെവൽ ഓഫ് ഹോർമോൺസ് ഇൻ ലൂട്ടിയൽ ഫേസ്. സോ ഈ റെസ്പെക്റ്റീവ് ഹോർമോൺസിൻ്റെ ലൂട്ടിയൽ ഫേസിലുള്ള അവരുടെ ലെവൽ റീകൺസ്ട്രക്ട് ചെയ്യാനാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം നമ്മുടെ പ്രൊജസ്ട്രോൺ ഇതാണ് നമ്മുടെ പ്രൊജസ്ട്രോണിൻ്റെ ഗ്രാഫ്. സോ പ്രൊജസ്ട്രോൺ നമുക്കറിയാം ലൂട്ടിയൽ ഫേസിലേക്ക് വരുമ്പോൾ കോർപ്പസ് ലൂട്ടിയം എന്ത് സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും? കോർപ്പസ് ലൂട്ടിയം ഗ്രാഫിയൻ ഫോളിക്കിൽ നിന്ന് ഓവം വെളിയിൽ വന്ന ശേഷം നമ്മുടെ കോർപ്പസ് ലൂട്ടിയം ഹൈ ലെവൽസ് ഓഫ് പ്രൊജസ്ട്രോൺ സെക്രീറ്റ് ചെയ്യും പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അപ്പോൾ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊജസ്ട്രോൺ ഹോർമോണിൻ്റെ ലെവൽസ് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈസ്ട്രജൻ ഹോർമോണ് നമ്മുടെ ഓവുലേഷന് ശേഷം അതൊന്ന് താഴേക്ക് പോയി അതിനുശേഷം ഇതും കൂടുന്നത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ നമ്മുടെ ടെക്സ്റ്റിലെ പോലെ തന്നെ ടെക്സ്റ്റിൽ നമുക്ക് എങ്ങനെയാണോ ഗ്രാഫ് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. സോ ഈസ്ട്രജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും എന്താണ് ലൂട്ടിയൽ ഫേസിലുള്ള അവരുടെ ഗ്രാഫാണ് നമ്മളിപ്പോൾ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നെയിം ദ ഹോർമോൺ സെക്രീറ്റഡ് ബൈ കോർപ്പസ് ലൂട്ടിയം ആൻഡ് മെൻഷൻ ഇറ്റ്സ് ഫംഗ്ഷൻ. നമുക്കറിയാം നമ്മുടെ കോർപ്പസ് ലൂട്ടിയം എപ്പോഴാണ് കോർപ്പസ് ലൂട്ടിയം ഫോം ആകുന്നത്? ലൂട്ടിയൽ ഫേസിലാണ് കോർപ്പസ് ലൂട്ടിയം ഫോം ആകുന്നത്. ഓക്കെ, ആൻഡ് അതെങ്ങനെയാണ് ഫോം ആകുന്നത്? ഓവുലേഷൻ ടൈമിൽ ഗ്രാഫിയൻ ഫോളിക്കിൾ ബ്രേക്ക് ചെയ്ത് ഓവം റിലീസ് ആകും. അതിനുശേഷം ബാലൻസ് ആയിട്ട് വരുന്ന ഈ ഗ്രാഫിയൻ ഫോളിക്കിളിലെ ബാലൻസ് ആയിട്ട് വരുന്ന ഈ പാർട്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കോർപ്പസ് ലൂട്ടിയം എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ കോർപ്പസ് ലൂട്ടിയം എന്ത് ചെയ്യാൻ തുടങ്ങും? പ്രൊജസ്ട്രോൺ ഹോർമോണിനെ ഹൈ ലെവലിൽ സെക്രീറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അങ്ങനെയാണ് ലൂട്ടിയൽ ഫേസിൽ പ്രൊജസ്ട്രോൺ ഹോർമോണിൽ പീക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
Male heterogamity is seen in humans and Drosophila. What is male heterogamity? How is sex determined in man? In sperm or egg responsible for sex? Is sperm or egg responsible for sex determination in chicks? ഓക്കെ, എപ്പോഴും ചോദിക്കുന്നതാണ് ജനറ്റിക്സിൽ നമ്മുടെ മെയിൽ ഹെട്രോഗാമിറ്റി ഫീമെയിൽ ഹെട്രോഗാമിറ്റിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വാട്ട് ഈസ് മെയിൽ ഹെട്രോഗാമിറ്റി എന്ന് പറഞ്ഞാൽ ഗാമേറ്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ മെയിൽസ് വിൽ ബി ഓഫ് 2 ഡിഫറെൻറ്റ് ടൈപ്സ്. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗാമേറ്റ്സ് ആയിരിക്കും മെയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എക്സ് ക്രോമസോം ഉള്ള ഒരു സെറ്റ് ഓഫ് ഗാമേറ്റ്സും വൈ ക്രോമസോം ഉള്ള നെക്സ്റ്റ് സെറ്റ് ഓഫ് ഗാമേറ്റ്സ്. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെയിൽ ഹെട്രോഗാമിറ്റി എന്ന് വിളിക്കുന്നത്. 2 ഡിഫറെൻറ്റ് സെക്സ് ക്രോമസോം ഉണ്ടെങ്കിൽ എന്താണ് ഹെട്രോഗാമിറ്റി ആയിരിക്കും സംഭവിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ്, ഹൗ ഈസ് സെക്സ് ഡിറ്റർമൈൻഡ് ഇൻ മാൻ? നമ്മളിത് ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സെക്സ് എങ്ങനെയാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? മെയിൽസിന് XY സെക്സ് ക്രോമസോമും ഫീമെയിൽസിന് XX ക്രോമസോമും ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് ഗ്യാമേറ്റ് ഫോർമേഷനിൽ നടക്കുമ്പോഴും ഈ മെയിൽസിന് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ്സും ഫീമെയിൽസിന് ഒരു ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സും ആയിരിക്കും ഉണ്ടാവുക. സോ മെയിൽസിൽ ഏത് ഗ്യാമേറ്റ് ആണോ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിൽ എന്താണ് ഫ്യൂഷൻ നടത്തുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മുടെ ഓഫ് സ്പ്രിങ്ങിൻ്റെ സെക്സ്. ഓക്കെ, നെക്സ്റ്റ്, ഈ സ്പേം ഓർ എഗ് റെസ്പോൺസിബിൾ ഫോർ സെക്സ് ഡിറ്റർമിനേഷൻ ഇൻ ചിക്സ്? ബേർഡ്സിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ബേർഡ്സിന് സെക്സ് എന്താണ് ഗ്യാമേറ്റ്സ് ജീനോടൈപ്പ് ആണുള്ളത്, സെക്സ് ക്രോമസോംസ് ആണുള്ളത്. സോ ഇതിൽ ഫീമെയിൽ ബേർഡ്സിൻ്റെ സെക്സ് ക്രോമസോം ആണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. ZW ടൈപ്പ് ഓഫ് സെക്സ് ക്രോമസോമും മെയിൽസിന് സെക്സ് ക്രോമസോമും ആണ് ഉള്ളത്. ഓക്കെ, സോ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് മെയിൽസ് ഹെട്രോഗാമറ്റിക് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഇവിടെ ഫീമെയിൽസ് ആണ് ഹെട്രോഗാമറ്റിക് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഫീമെയിൽസ് ഫോം ചെയ്യുന്ന ഗ്യാമേറ്റ്സിൽ ദാറ്റ് ഈസ് ഗ്യാമേറ്റ്സ് 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ്സ് ആയിരിക്കും. 2 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗ്യാമേറ്റ്സ് ആയിരിക്കും അവർ ഫോം ചെയ്യുന്നത്. ആൻഡ് മെയിൽസ് ഫോം ചെയ്യുന്ന ഗ്യാമേറ്റ്സ് സെയിം ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സും ആയിരിക്കും. സോ ഫ്യൂഷനിൽ ഏത് ഗ്യാമേറ്റ് ആണോ ഇൻവോൾവ് ചെയ്യുന്നത് അവരായിരിക്കും ഓഫ് സ്പ്രിങ്ങിൻ്റെ സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഫീമെയിൽസ് ഫോം ചെയ്യുന്നത് എപ്പോഴും എക്സ് അല്ലേ, എക്സിലായിരിക്കും അവരുടെ എന്താണ് എക്സ് ആണ് ഇവരുടെ ഗ്യാമേറ്റ് എന്ന് പറയുന്നത്. ആൻഡ് മെയിൽസിൻ്റേത് സ്പേമും. ഓക്കെ, സോ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്സിൽ ദാറ്റ് ഈസ് ചിക്കൻസിൽ എക്സ് ആയിരിക്കും സെക്സ് ഡിറ്റർമിനേഷൻ നടത്തുന്നത്. Determine the sex of offspring. Okay, determine the sex of offspring. Okay, so നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. Raju argues that if father is having blood group A and mother is of blood group B, their children can only be A, B or AB groups. Do you agree with Raju's argument? Give reason. സോ രാജു പറയുന്നത് അമ്മ എയും അച്ഛൻ ബിയും ആണെങ്കിൽ കുട്ടികൾ എന്തായിരിക്കും? ഒന്നെങ്കിൽ എ ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ ബി ഗ്രൂപ്പ് ആകാം, അല്ലെങ്കിൽ AB ഗ്രൂപ്പ് ആകാം എന്നാണ് രാജു പറയുന്നത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. എന്താ സംഭവം? നമ്മുടെ അമ്മ എന്ന് പറയുന്ന ആള് എ ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. സോ അമ്മയ്ക്ക് IO ആണ് ഇവരുടെ എന്താണ് ജീനോ ടൈപ്പ് എങ്കിൽ IO ആണ് ജീനോ ടൈപ്പ് എന്ന് വിചാരിക്കുക. അതുപോലെ തന്നെ അച്ഛന് B ബ്ലഡ് ഗ്രൂപ്പ് ആണെന്ന് പറഞ്ഞു. അച്ഛൻ IO ജീനോ ടൈപ്പ് ആണെന്ന് വിചാരിക്കുക. ആൻഡ് കുട്ടികളിലേക്ക് പാസ് ചെയ്യുന്ന അലീൽ IO ആണെങ്കിൽ ആ കുട്ടിക്ക് ഏത് ഗ്രൂപ്പായിരിക്കും? O ബ്ലഡ് ഗ്രൂപ്പ് ആയിരിക്കും. സോ എയും ബിയും ഗ്രൂപ്പുമുള്ള ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് O ഗ്രൂപ്പ് വരില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. O ഗ്രൂപ്പിനും ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അച്ഛൻ്റെയും അമ്മയുടെയും ജീനോ ടൈപ്പിൽ IO അല്ലെങ്കിൽ അലീൽ ഉണ്ടെങ്കിൽ അലീൽ പ്രസൻ്റ് ആണെങ്കിൽ O ബ്ലഡ് ഗ്രൂപ്പും പോസിബിൾ ആണ്. സോ രാജുവിൻ്റെ ആർഗ്യുമെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല. ഓക്കെ, ഗീവ് റീസൺ. നമ്മളിപ്പോൾ റീസണും പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നമ്മുടെ പെഡിഗ്രി ചാർട്ട് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്ന അതേ 2 പെഡിഗ്രി ചാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ ഈ പെഡിഗ്രി ചാർട്ടിൽ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്ന 2 മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഈ മെൻഡേലിയൻ ഡിസോർഡേഴ്സ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, സോ ആദ്യത്തെ ഗ്രാഫ് നോക്കിയേ, നിങ്ങൾക്ക് കാണാൻ പറ്റും ഡിസീസ്ഡ് ആയിട്ടുള്ള ഒരു അമ്മയാണ്. ആൻഡ് അമ്മയ്ക്കുണ്ടായ കുട്ടികളിൽ 2 കുട്ടികൾക്ക് ഡിസീസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഡിസീസ്ഡ് ആയിട്ടുള്ള
അടുത്ത ജനറേഷൻ നോക്കുവാണെങ്കിൽ അടുത്ത ജനറേഷനും ഡിസീസ് പാസ് ചെയ്തു പോന്നിട്ടുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ പറ്റും എല്ലാ ജനറേഷനിലും റിപ്പീറ്റ് ചെയ്ത് ഈ ഡിസീസ് പാസ് ചെയ്തു പോകുന്നുണ്ട്. സോ നമുക്ക് സംശയമില്ലാതെ തന്നെ എ ആക്ച്വലി എന്താണെന്ന് പറയാം. ഇറ്റ് ഈസ് ആൻ ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ. ഓക്കെ, ഓട്ടോസോമൽ ഡോമിനന്റ് ഡിസോർഡർ ആണ് നമുക്ക് ആദ്യം റെപ്രസെന്റ് ചെയ്തിരിക്കുന്ന പെഡിഗ്രി ഗ്രാഫ്. ഓക്കെ, അടുത്ത ഗ്രാഫ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ജനറേഷനും ഉണ്ടോ? ഇവിടെ എല്ലാ ജനറേഷനിലും പാസ് ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷേ അച്ഛനും അമ്മയ്ക്കും എന്തില്ല? അച്ഛനും അമ്മയ്ക്കും ഡിസീസ് ഇല്ല, പക്ഷെ അവർ കാരിയേഴ്സ് ആണ്. സോ അവർ കാരിയേഴ്സ് ആണ്, പക്ഷെ എന്താണ്, കാരിയേഴ്സ് ആയതുകൊണ്ട് തന്നെ അവരുടെ കുട്ടികൾക്കും അത് അഫക്റ്റ് ചെയ്ത് പോന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ കാരിയേഴ്സ് ആയിട്ടാണ് നമുക്ക് അച്ഛനെയും അമ്മേനെയും കാണാൻ പറ്റുന്നത്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ബി ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്, ബി പെഡിഗ്രി ചാർട്ടിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് എ സെക്സ് ലിങ്ക്ഡ് recessive disorder. ഓക്കെ, സോ അച്ഛനും അമ്മയും കാരിയേഴ്സ് ആയിട്ട് വരുമ്പോഴാണ് കുട്ടികൾക്ക് സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ഉണ്ടാകുന്നത്. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. വാട്ട് ഡു യു മീൻ ബൈ പെഡിഗ്രി അനാലിസിസ്? എന്താണ് പെഡിഗ്രി അനാലിസിസ്? സോ ഫാമിലി ഹിസ്റ്ററിയിൽ ഒരു ജനറ്റിക് ഡിസോർഡർ ഉണ്ടെങ്കിൽ, മെൻഡേലിയൻ ഡിസോർഡർ ഉണ്ടെങ്കിൽ നമുക്കതൊരു പെഡിഗ്രി ചാർട്ട് വഴി റെപ്രസെൻറ്റ് ചെയ്താൽ ഇനി വരുന്ന ഫ്യൂച്ചർ ജനറേഷൻസിൽ ഈ ഡിസീസ് പാസ്സാകുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. ഇതിനെയാണ് നമ്മൾ പെഡിഗ്രി അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പെട്ടെന്ന് പോകാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ക്രോസ് ബിറ്റ്വീൻ റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ bearing plants of snapdragon produced all plants with pink colors in F1 generation. സോ ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ രണ്ട് പ്ലാന്റ്സിന്റെ ക്രോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ദാറ്റ് ഈസ് റെഡ് ഫ്ലവർ ആൻഡ് വൈറ്റ് ഫ്ലവർ. ഇവർ ക്രോസ് ചെയ്ത് കിട്ടിയ F1 ഓഫ് സ്പ്രിങ്സ് എല്ലാവരും ഹെട്രോസൈഗസ് ആയിരുന്നു. ഓക്കെ, ആൻഡ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഇവരുടെ ഫീനോടൈപ്പ്, പക്ഷേ ഇവരുടെ F1 ജനറേഷനിലെ ഫീനോടൈപ്പ് പിങ്ക് ആണ് വന്നത്. ഓക്കെ, സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, നെയിം ദ ജനറ്റിക് ഫിനോമിനൻ ഓഫ് ദിസ് ക്രോസ്. സോ നമ്മൾ പറഞ്ഞു ദിസ് ഫിനോമിനൻ ഈസ് നോൺ ആസ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, സോ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ആണ് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ഇതൊരു നോൺ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസിന്റെ എക്സാമ്പിൾ ആണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് എന്ന് പറയുന്നത്. ഇല്യൂസ്ട്രേറ്റ് F2 ജനറേഷൻ ഓഫ് ദിസ് ക്രോസ് യൂസിങ് പിനറ്റ് സ്ക്വയർ. സോ പിനറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് നിങ്ങൾ ഇതിന്റെ F2 ജനറേഷനെ റെപ്രസെന്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സോ ഹൗ വി ആർ റെപ്രസെന്റിങ് F2 ജനറേഷൻ? നമ്മൾ ഈ F1നെ സെൽഫ് ചെയ്യണം. ഓക്കെ, സോ F1നെ സെൽഫ് ചെയ്യുമ്പോഴാണ് നമുക്ക് F2 ജനറേഷൻ കിട്ടുന്നത്. സോ ദാറ്റ് ഈസ് ഹെട്രോസൈഗസ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനെ വി ആർ ഗോയിങ് ടു സെൽഫ്. ആൻഡ് ഗാമേറ്റ്സ് ആയിട്ട് എന്തൊക്കെയാണ് ഫോം ചെയ്യുന്നത്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഓക്കെ, സോ നമ്മൾ പിനറ്റ് സ്ക്വയറിലാണ് ഇതിനെ അത് റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഒരു പാരൻറ്റിൻ്റെ ഗാമേറ്റ്സ് ഒരു സൈഡിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക, ആൻഡ് അടുത്ത പാരൻറ്റിൻ്റെ ഗാമേറ്റ്സ് അടുത്ത സൈഡിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇത് പിനറ്റ് സ്ക്വയറിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് രണ്ട് പാരൻറ്റിൻ്റെയും ഗാമേറ്റ്സ് ഫ്യൂസ് ചെയ്ത് ക്യാപിറ്റൽ ആർ ദാറ്റ് ഈസ് ഹോമോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഓഫ്സ്പ്രിങ്ങിനെ കിട്ടിയിരിക്കുന്നു. അടുത്തത് ഹെട്രോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു ഓഫ്സ്പ്രിങ്, ഹെട്രോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള അടുത്ത ഓഫ്സ്പ്രിങ്, ആൻഡ് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള അടുത്ത ഓഫ്സ്പ്രിങ്. സോ ടോട്ടൽ 4 ഓഫ്സ്പ്രിങ്സിനെ നമുക്ക് കിട്ടി. ആൻഡ് ഡിഫറെൻറ്റ് ജീനോടൈപ്സ് ഉള്ള ഓഫ്സ്പ്രിങ് ആണ്. ആൻഡ് ഇനി ഇവരുടെ ഫീനോടൈപ്പ് എഴുതുകയാണെങ്കിൽ, സോ ഇവരുടെ ഫീനോടൈപ്പ് നമുക്കിനി എഴുതാം. ഓക്കെ, സോ ഹോമോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഓഫ്സ്പ്രിങ് പ്രൊഡ്യൂസ് ചെയ്തത് റെഡ് ഫീനോടൈപ്പ് ആയിരുന്നു, ഫ്ലവേഴ്സ് വെർ റെഡ്. ആൻഡ് ഹെട്രോസൈഗസ് ഡോമിനൻ്റ് ആയിട്ടുള്ള ഓഫ്സ്പ്രിങ് അഗെയിൻ അവർ പിങ്ക് ഫീനോടൈപ്പ് ആണ് എക്സ്പ്രസ് ചെയ്തത്. ഓക്കെ, ആൻഡ് ഹോമോസൈഗസ് റെസസീവ് ആയിട്ടുള്ള ഓഫ്സ്പ്രിങ് അവർ വൈറ്റ് കളറാണ്, വൈറ്റ് ഫീനോടൈപ്പ് ആണ് എക്സ്പ്രസ് ചെയ്തത്. സോ ഇതിൽ നിന്ന് നമുക്ക് ഫിനോടൈപ്പിക് റേഷ്യോ എന്താണ് കിട്ടുക? ഫിനോടൈപ്പിക് റേഷ്യോ ഈസ് 1:2:1. ദിസ് ഈസ് ദ ഫിനോടൈപ്പിക് റേഷ്യോ. അത് നമ്മുടെ മെൻഡേലിയൻ ഇൻഹെറിറ്റൻസ് അനുസരിച്ചാണെങ്കിൽ 3:1 ആണ് ഫിനോടൈപ്പിക് റേഷ്യോ കിട്ടേണ്ടത്. പക്ഷെ നമുക്ക് കിട്ടിയിരിക്കുന്നത് 1:2:1 ആണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് നമ്മുടെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഓക്കെ, സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം.
സോ നമ്മുടെ ജനറ്റിക്സിലെ തന്നെയുള്ള അടുത്ത ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടേഴ്സ് ഓഫ് സർട്ടൻ ജനറ്റിക് ഡിസോർഡേഴ്സ് ആർ ഗിവൺ ബിലോ. ഐഡന്റിഫൈ ദ ഗിവൺ ഡിസോർഡേഴ്സ്. ഓരോ ഡിസോർഡറും നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സോ ഫസ്റ്റ് സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ദാറ്റ് അഫക്ട് ദ ക്ലോട്ടിംഗ് ഓഫ് ബ്ലഡ്. ബ്ലഡിന്റെ ക്ലോട്ടിങ്ങിനെ അഫക്ട് ചെയ്യുന്ന സെക്സ് ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് ഹീമോഫീലിയ. ഹീമോഫീലിയ. അതുപോലെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ ഡിസോർഡർ കോസ്ഡ് ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഗ്ലൂട്ടാമിക് ആസിഡ് ബൈ വാലിൻ അറ്റ് ദ 6th പൊസിഷൻ ഓഫ് ബീറ്റാ ഗ്ലോബിൻ ചെയിൻ ഓഫ് ഹീമോഗ്ലോബിൻ. സോ നമുക്കറിയാം, നമുക്ക് ഈ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുന്ന ബീറ്റാ ഗ്ലോബിൻ ചെയിനിലെ 6th കോഡോണിൽ ബേസ് സബ്സ്റ്റിറ്റ്യൂഷൻ വരുമ്പോൾ നമുക്കുണ്ടാകുന്ന ഡിസോർഡർ ആണ് ഇറ്റ് ഈസ് സിക്കിൾ സെൽ അനീമിയ. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ. ഇനി അടുത്ത് നോക്കാം. ദ ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ദാറ്റ് അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ലാക്സ് ആൻ എൻസൈം ദാറ്റ് കൺവേർട്സ് ഫിനൈൽ അലാനിൻ ടു ടൈറോസിൻ. സോ ഫിനൈൽ അലാനിനെ ടൈറോസിൻ ആക്കി മാറ്റുന്ന ഒരു എൻസൈം മിസ്സായി പോകുന്നത് അത് നമുക്കറിയാം. ഫിനൈൽ കീറ്റോന്യൂറിയ എന്ന് പറയുന്ന ഡിസോർഡർ ആണ്. ഇവിടെ ഫിനൈൽ ഹൈഡ്രോക്സിലേസ് എന്ന് പറയുന്ന എൻസൈമിൻ്റെ ജീൻ മ്യൂട്ടേറ്റഡ് ആയി പോവുകയാണ് ചെയ്യുന്നത്. സോ ആ ഡിസോർഡറിൻ്റെ പേരാണ് ഫിനൈൽ കീറ്റോന്യൂറിയ. ഒരു ഓട്ടോസോമൽ ലിങ്ക്ഡ് റെസസീവ് ഡിസോർഡർ ആണ്. സോ ഇത്രയുമാണ് നമ്മുടെ സുവോളജിയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണാം.